ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ബ്രസീൽ സമനിലക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയോട് 1-1 സമനില പങ്കിട്ടാണ് ബ്രസീൽ കളി അവസാനിപ്പിച്ചത്. വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബ്രസീൽ ആദ്യ മത്സരത്തിൽ നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു. കാർലോ അഞ്ചലോട്ടിയുടെ ശിഷ്യന്മാരിൽ നിന്ന് ഇതിലുമേറെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ നിലവാരം കാട്ടിയില്ലെന്നതാണ് വസ്തുത. ഉറക്കമുളച്ച് കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ബ്രസീൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് ആരാധകർ പോലും പറയുന്നത്. ബ്രസീലിന് വീഴ്ചത് എവിടെയാണെന്ന ചോദ്യമാണ് പ്രസക്തം. ബ്രസീലിന്റെ പ്രകടനത്തിലെ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം മധ്യനിരയുടെ പാളിച്ച തന്നെയാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ചർച്ചയായതുമാണ്. കാസമിറോയും ബ്രൂണോ ഗുയിമറസും ലൂക്കാസ് പക്കറ്റിയും അടങ്ങുന്ന ബ്രസീലിന്റെ മധ്യനിര നിരാശപ്പെടുത്തിയതെന്നാണ് വസ്തുത. ആദ്യ 30 മിനിറ്റിൽ ബ്രസീൽ മധ്യനിര നിർജ്ജീവമായി. മൊറോക്കയുടെ ആക്രമണങ്ങളിൽ പലതും മധ്യനിരയെ അനായാസം മറികടന്നു പോകുന്നതാണ് കാണാനായത്. മധ്യനിരയിലെ പാളിച്ച വ്യക്തമായതുകൊണ്ടാണ് ആഞ്ചലോട്ടി സ്റ്റാർട്ടിംഗ് ലെവലിലെ 3 മധ്യനിര താരങ്ങളെയും പിന്നീട് പിൻവലിച്ചത്. കാസ്മിറോ അനുഭവസമ്പന്നനായ താരമാണ്. റയൽ മാഡ്രിഡിനൊപ്പവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പവുമെല്ലാം കളിച്ചിട്ടുള്ള കാസ്മിറോക്ക് പഴയ മികവില്ലെന്ന് തന്നെ പറയാം. ഇത് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ബ്രസീലിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതകളേറെയാണ്. ബ്രസീലിന്റെ പ്രതിരോധത്തിലും പാളിച്ചകളുണ്ടായി. ആദ്യ സമയങ്ങളിൽ മൊറോക്കയുടെ അതിവേഗ ആക്രമണങ്ങളെ ചെറുക്കാൻ ബ്രസീൽ പ്രതിരോധർക്ക് സാധിക്കാതെ പോയി. മൊറോക്കയുടെ വേഗതയോടൊപ്പം നിൽക്കാൻ ബ്രസീലിന് സാധിച്ചില്ല എന്നതാണ് വസ്തുത. ഫുൾബാക്കിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. അതിപ്പോഴും ടീമിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ടെന്ന് പറയാം. ക്യാപ്റ്റൻ മർക്കിഞ്ഞോസും ഡഗ്ലസ് സാന്റോയും ഗബ്രിയേലും റോജർ ഇബ്രാഹിംസുമെല്ലാം പ്രതിരോധത്തിൽ മികവുറ്റത്ത് ഉയർന്നില്ല. ഗോൾ വലക്ക് മുന്നിൽ അലിസൺ ബെക്കറിന്റെ ഭേദപ്പെട്ട പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ ബ്രസീലിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നു. മിസ് പാസുകളാണ് ബ്രസീലിന്റെ മറ്റൊരു പ്രശ്നമായി കണ്ടത്. പന്തടക്കമില്ലാത്ത നിരയായി ബ്രസീൽ മാറി. കൃത്യമായി പാസുകളെ നിയന്ത്രണത്തിൽ വെക്കാനും മുന്നിട്ട് നടത്താനും ബ്രസീലിന് സാധിക്കാതെ പോയി. മധ്യനിരയിൽ കാസിമിറോ നിരവധി മിസ് പാസുകൾ നടത്തി. ബ്രസീൽ നിരയിൽ ആരും തന്നെ പന്തടക്കത്തിലും മുന്നേറ്റത്തിലും പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്തിയിട്ടില്ല. വിനീഷ്യസ് ജൂനിയർ മികച്ചൊരു ഗോൾ നേടിയത് വസ്തുത തന്നെയാണ്. എന്നാൽ ഈ ഗോളിനപ്പുറം നെയ്മറിന്റെ വിടവ് നിൽക്കുന്ന താരമായി മാറാൻ വിനീഷ്യസിന് സാധിച്ചില്ല. പല സമയങ്ങളിലും മുന്നോട്ട് കയറി പന്തിനെ നിയന്ത്രണത്തിലാക്കാൻ വിനീഷ് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പന്തിനെ നിയന്ത്രിച്ചു നിർത്തി ഗോളവസരം സൃഷ്ടിക്കാനോ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനോ വിനീഷ്യസിന് സാധിക്കാതെ പോയി. നേരത്തെ ആരാധകർ ഉയർത്തിക്കാട്ടിയ എല്ലാ പിഴവുകളും ബ്രസീൽ നിരയിലുണ്ടെന്നത് വ്യക്തമാക്കുന്നതാണ് മൊറോക്കക്കെതിരായ ആദ്യ മത്സരത്തിലെ പ്രകടനം. നെയ്മർ തിരിച്ചെത്തുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ആഞ്ചലോട്ടിയുടെയും ശിഷ്യന്മാരുടെയും ആദ്യ മത്സരത്തിലെ പ്രകടനം നിരാശപ്പെടുത്തി. ബ്രസീൽ തങ്ങളുടെ 6ാം ലോക കിരീടം ഉയർത്തണമെങ്കിൽ എൻട്രിക്കിനെ ആദ്യ ലെവലിൽ സ്ഥിരസാന്നിധ്യമാക്കേണ്ടി വരും. ബോക്സിനുള്ളിൽ പന്തുകൾ ഗോളാക്കി മാറ്റാൻ ഒരു കില്ലർ സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ വിനീഷ്യസിന് കൂടുതൽ ഫ്രീഡം ലഭിക്കും. ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ നോക്കൌട്ട് ഘട്ടങ്ങളിൽ കളി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കാർലോ അഞ്ചലോട്ടിയേക്കാൾ നന്നായി അറിയുന്ന മറ്റൊരു കോച്ചില്ല. ടീമിന് ഒരു വിന്നിംഗ് മെന്റാലിറ്റിയും തന്ത്രപരമായ അച്ചടക്കവും നൽകാൻ അദ്ദേഹത്തിന് കഴിയണം. മധ്യനിരയിൽ നിന്ന് ഫോർവേഡുകളിലേക്ക് പന്തെത്തിക്കാൻ പക്കറ്റയുടെ ക്രിയേറ്റിവിറ്റി കൂടിയേ തീരൂ. പക്കറ്റ ഫോമിലേക്ക് ഉയർന്നാൽ ബ്രസീലിന്റെ ആക്രമണങ്ങൾക്ക് പ്രവചനാതീതമായ വേഗത കൈവരും. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഈ തിരിച്ചടികൾ ബ്രസീലിന് ഒരു അനുഗ്രഹമായി വേണം കാണാൻ. തങ്ങളുടെ പോരായ്മകൾ നേരത്തെ തന്നെ മനസ്സിലാക്കി പ്രതിരോധം ശക്തമാക്കുകയും വ്യക്തിഗത മികവിനേക്കാൾ ടീം ഗെയിമിലേക്ക് മാറുകയും ചെയ്താൽ ആഞ്ചലോട്ടിക്കും സംഘത്തിനും USA വെച്ച് ചരിത്രം കുറിക്കാൻ സാധിക്കും. കാരണം ഈ ടാലന്റിന്റെ കാര്യത്തിൽ ഈ ബ്രസീൽ ടീം ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച ഒന്നാണ്.